ഞാൻ എന്തിന് എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മടി മാറ്റണം. ഞാൻ കുറച്ച് സമയത്ത് മുന്നേ, അതായത് ഒരു 5-6 വർഷം ആ ഒരു ടൈം ഡ്യൂറേഷൻ മുന്നേ, ഒരു 10ാം ക്ലാസ്സിൽ ഒരു 10+1 ആ ഒരു ടൈമിലൊക്കെ ആകുമ്പോൾ ഞാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം എൻ്റെ ഫാമിലിയിൽ ഒരാളെ പോലെ മീറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് എനിക്കില്ല. അബദ്ധം എന്ന് പറയുന്നത് അബദ്ധം. അതായത് വീട്ടിൽ നിന്നൊരു ഫാമിലീസ് നമ്മൾ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ കർട്ടൺ മാറ്റിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് പാളി നോക്കും. പെണ്ണുങ്ങളിങ്ങാട്ടി കഷ്ടം എന്ന് പറയുന്നത് ആ ഒരു ലെവലിലായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ മറ്റൊരാൾ ഫ്രണ്ട്സിനെ പോലും മീറ്റ് ചെയ്യാൻ, അവരോട് എന്ത് സംസാരിക്കണം എന്ന് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു മടി മാറ്റാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്ത കാര്യമുണ്ട്, ഞാൻ എൻ്റെ വോയിസ് തന്നെ റെക്കോർഡ് ചെയ്ത് വീണ്ടും 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 ഇത് കേട്ടുകൊണ്ടിരിക്കും. സെക്കൻഡ് പിന്നെയുള്ള കാര്യങ്ങൾ തൊട്ട് ഞാൻ എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. കുറേ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്ത് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ വീണ്ടും ഞാൻ എൻ്റെ വീഡിയോ അതെന്ത് ചെയ്യും, ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിങ്ങനെ കേട്ട് എന്നെ തന്നെ ഞാൻ എന്ത് ചെയ്ത് ആ ഒരു പേടിയും കാര്യങ്ങളും ഞാൻ ഒഴിവാക്കി മാറ്റി. പിന്നെ ഞാൻ ചെയ്ത കാര്യമുണ്ട്, സ്ട്രേഞ്ചേഴ്സിനെ അടുത്താണ് ഫസ്റ്റ് പോയിട്ടുള്ളത്. അതായത് നമുക്ക് പരിചയമില്ലാത്ത അങ്ങനെ ആൾക്കാരെ അടുത്തത് പോയിട്ട് എന്ത് ചെയ്തേ, അവരോട് സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കിയിട്ടാണ് ഞാൻ പിന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, എൻ്റെ പേടി മാറ്റിയുള്ളത്. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, വ്ളോഗും കാര്യങ്ങളും. പിന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കി, എൻ്റെ ഒരു ഒലക്കമ്മ വ്ളോഗ് പോട്ടത്തരന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കളിയാക്കി. അങ്ങനെയൊക്കെ എന്താ പറയുക, കുറേ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ ഞാൻ വീണ്ടും കണ്ടിന്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്തൊക്കെ നിങ്ങളുടെ മടി മാറ്റുക. എനിക്കൊരു പാഷനറ്റുള്ള വ്ളോഗർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അന്നത്തെ കാലത്ത് എനിക്ക് സുജിത് ഭക്തനായിരുന്നു, ട്രാവലിന് ഇഷ്ടപ്പെടുന്ന കാര്യമായതുകൊണ്ട്. അപ്പോൾ എന്തായാലും ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു.